ഇപ്പോൾ വരുന്ന വിവരം, സംസ്ഥാനത്ത് നാളെയും അതിശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ മാസം 7 വരെ മഴ തുടരുമെന്നാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. തെക്കൻ തമിഴ്നാടിന് മുകളിലായി പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ദുരിതപ്പേത്തിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. കാണാതായവരാകട്ടെ 7 പേർ. സ്ഥിതി നിയന്ത്രണ വിധേയമായെന്നും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുനിഷ എല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്താണ്? 7-ാം തീയതി വരെ മഴ തുടരും. നാളെ 12 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. അതെ അരുൺ, നിലവിൽ നാളെ 12 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും. ഇന്നത്തേതിന് സമാനമായി തന്നെ നാളെയും ഈ 12 ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം അരുൺ, അടുത്ത 3 മണിക്കൂറിലേക്ക് തെക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. പ്രധാനമായും ഈ കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലകൾ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിരിക്കും അടുത്ത 3 മണിക്കൂർ മഴ ശക്തമാകുക എന്നുള്ളതാണ്. മഴ മാത്രമല്ല, 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കാറ്റ് വരുന്നത് കൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം മലയോര മേഖലകളിലും തീരദേശ മേഖലയിലും വേണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത 7-ാം തീയതി വരെ മഴ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ നാളെ കഴിഞ്ഞാൽ മറ്റന്നാളോടുകൂടി മഴയ്ക്ക് തീവ്രത കുറയുമെങ്കിൽ പോലും 6-7 തീയതികളിൽ അതിശക്തമായി തന്നെ മഴ തുടരാനുള്ളൊരു സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ഈ അലർട്ടുകൾ ഇപ്പോഴും ചില ഡാമുകളിൽ, 6ഓളം ഡാമുകളിൽ ഇപ്പോഴും, മൂഴിയാർ ഉൾപ്പെടെയുള്ള ഡാമുകളിൽ റെഡ് അലർട്ട് തന്നെയാണ്. പമ്പ ഉൾപ്പെടെയുള്ള നദികളിൽ ഇപ്പോഴും ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നുണ്ട്. നദികളുടെ കരയിലൊക്കെ താമസിക്കുന്നവർക്കുള്ള ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. ഒപ്പം തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അത് കർശനമായി തന്നെ നിരോധിച്ചിരിക്കുന്നു ഇന്നും നാളെയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വരുന്ന മണിക്കൂറുകളിലും ശ്രദ്ധയോടുകൂടി നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിലവിൽ തമിഴ്നാട് തീരത്തൊരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ കേരള തീരത്തൊരു ന്യൂനമർദ്ദ പാത്തി കൂടിയുണ്ട്. അതിന്റെ സ്വാധീന ഫലമായാണ് അടുത്ത മണിക്കൂറിലും അടുത്ത വരുന്ന ദിവസങ്ങളിലും മഴ ശക്തമാകാനുള്ള കാരണമായി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ശ്രദ്ധയോടെ നിന്നേ പറ്റൂ, ജാഗ്രത വേണ്ടതുണ്ട്. ജില്ലാ ഭരണകൂടം നൽകുന്ന, ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും അത് ജനങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത്. ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 3 ദിവസത്തിനിടെ ലഭിച്ചത് സാധാരണയേക്കാൾ 3 ഇരട്ടിയിലേറെ മഴയാണെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. 184.2 മില്ലിമീറ്റർ മഴയാണ് കേരളത്തിലാകെ ലഭിച്ചത്. സാധാരണയായി ലഭിക്കേണ്ടതും പ്രതീക്ഷിച്ചതും 55.4 മില്ലിമീറ്റർ മഴ. കാസർഗോഡ് ഒഴികെ 13 ജില്ലകളിലും 60% അധിക മഴ ലഭിച്ചു. പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്.